ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മളിതാ രാവിലെ തന്നെ അടുക്കളയിലെ പയറ്റങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇത്തിരി മാങ്ങാപ്പുളിശ്ശേരി വെച്ചേക്കാമെന്ന് വിചാരിച്ച്. മാങ്ങാപ്പുളിശ്ശേരി ആകുമ്പോഴേ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്ന മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണേ. ഇതിന് മുമ്പേ കുറച്ച് നാൾ മുമ്പൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇപ്പം എന്തുണ്ടാക്കും എന്നൊക്കെ. അതുണ്ടാക്കി ഇഷ്ടപ്പെടുമോ, ഇതുണ്ടാക്കി ഇഷ്ടപ്പെടുമോ, പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഏപ്രിൽ മെയ് മാസമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കറി വെക്കാൻ കിട്ടുമെന്നേ. ഇന്നിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് നല്ല അസൽ മാങ്ങാപ്പുളിശ്ശേരി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മാങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണേ. അങ്ങനെ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല, മൊത്തത്തിലായിട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ എല്ലാവർക്കും എടുത്ത് കടിച്ചങ്ങ് കഴിക്കാനേ നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ മുറിച്ചെടുത്ത മാങ്ങയെല്ലാവേ ഒരു ചട്ടിയിലാക്കി 2-3 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ളി ശർക്കരയും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേകാനായിട്ട് വെക്കുക കേട്ടോ. ശർക്കര ചേർക്കുന്നതേ നമ്മൾ ഈ പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ ശർക്കര ഒരു നുള്ളി ചേർക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വേകാനായിട്ട് വയ്ക്കുക. ഇത് വെന്ത് വരുന്ന സമയത്തേ നമുക്കിതിനകത്ത് ചേർക്കാനായിട്ടുള്ള ചേരുവയില്ലേ, അതങ്ങ് തയ്യാറാക്കി എടുത്താലോ. ഒരിത്തിരി നാളികേരം ചിരകിയതും അതിലേക്ക് ഒരു 2-3 കുരുമുളക്, ഇത്തിരി ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അരയ്ക്കുമ്പോഴേ വെള്ളം ചേർക്കണ്ട കേട്ടോ, പകരം ഇത്തിരി തൈര് ഒഴിച്ച് അങ്ങ് അരച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഇതെല്ലാം കൂട്ടി അരച്ചുകൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങ അങ്ങനെ വെന്തിരിക്കുന്നുണ്ടാവും. ഇതിലേക്ക് ആ അരപ്പ് അങ്ങോട്ട് ചേർക്കുക. ഒരുപാട് കൊഴുപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇഷ്ടംപോലെ വെള്ളം ചേർക്കാം കേട്ടോ. നമ്മുടെ കൊഴുപ്പിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതിയാവും. ഒരുപാടങ്ങ് വെള്ളം നീണ്ടുപോയേ കൊള്ളില്ല കേട്ടോ. നല്ല കുറുകിയിരിക്കണ പാകത്തിൽ ഞാനങ്ങ് വാങ്ങി ഇതിലേക്ക് കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ മതിയെന്നേ. ഇത്തിരി നല്ല വെളിച്ചെണ്ണയിൽ കടുകും ഇത്തിരി ചുമന്നുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ആ കടുകും കൂടി താളിച്ചങ്ങ് ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ കറി അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഉണക്കമീൻ്റെ കഷ്ണം കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ചോറൂണുണ്ടല്ലോ നല്ല കുശാലാക്കാനേ. ഇതേപടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണോ ഇല്ലയോ എന്ന് എന്നോട് പറയുമോ?